നമുക്ക് ഓരോ ദിവസവും ഓരോന്നല്ലേ കഴിക്കാൻ തോന്നുക. അപ്പോൾ ഇന്ന് എനിക്ക് കഴിക്കാൻ തോന്നിയത് സ്ട്രോബെറി ആണ് കേട്ടോ. അപ്പോൾ ഇക്കാക്കുന്ന നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇക്ക നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിലാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സ്ട്രോബെറി കഴിക്കാൻ ബോധ്യമാവണമെന്ന്. അപ്പോൾ ഇക്ക പറഞ്ഞു നീ പുറത്ത് പോയിട്ട് മേടിച്ചിട്ട് വന്നാളേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ചെറിയൊരു പേടി. അപ്പോൾ ഞാൻ തൊട്ട് റൂമിൻ്റെ അടുത്തുള്ള ആ കുട്ടീനെ വിളിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ എൻ്റെ വിചാരം ഈ 10 ദിവസത്തിനൊക്കെ കുറച്ചേ കിട്ടുള്ളൂ എന്നാണ് കേട്ടോ. പക്ഷെ അവിടെ പോയപ്പോൾ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടോ. എന്ന് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചിട്ട് പോയിട്ട് കുറേ കിട്ടിയല്ലോ 10 ദിർഹത്തിന്. പിന്നെ അതുപോലെ എനിക്ക് ഈ ചോക്ലേറ്റ് മുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ട്രോബെറി. പെട്ടെന്ന് അത് പുതിയപ്പോഴായിക്കോളും പറഞ്ഞത് കേട്ടോ. പിന്നെ ഈ ഒരു ഷോപ്പ് കൂടുതലും ഫിലിപ്പീൻസിൻ്റെ ഷോപ്പാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അവിടെ ഫിലിപ്പീൻസാണ് കൂടുതൽ ഞാൻ പോയപ്പോൾ കണ്ടത് കേട്ടോ. ഞാൻ നോർമലി ഞാനും ഒക്കെയും പോകുന്ന ടൈമിൽ ഈ ഷോപ്പിലേക്ക് വരലില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നപ്പോഴാണ് ഇവിടേക്ക് ഈ ഷോപ്പ് കാണിച്ചു തന്നത്. അങ്ങനെ പക്ഷേ ഈ ഒരു ഷോപ്പിൽ നമുക്ക് ചീപ്പറുള്ള സാധനവും കാണാൻ പറ്റും, അതേപോലെ അത്യാവശ്യം റേറ്റുള്ള സാധനങ്ങളും കാണാൻ പറ്റും കേട്ടോ. ഇതൊരു ടൈപ്പ് നാരങ്ങയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ നാരങ്ങ ഈ ഒരു ടൈപ്പല്ല. ഇതൊരു എന്തോ ഒരു വേറൊരു ഷേപ്പൊക്കെ ഫീൽ ചെയ്തു. നമ്മുടെ നാട്ടിലത്തെ വലുതാണെച്ചാലും ഇതെന്തോ സംതിങ് ഒരു സ്പെഷ്യലൊക്കെ ഫീൽ ചെയ്ത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തൊന്ന് മാത്രം. പിന്നെ ഞാൻ ഈത്തപ്പഴം മേടിച്ചു കേട്ടോ. കാരണം ഈത്തപ്പഴം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ഈ പെട്ടെന്ന് ഇന്ത്യയിൽ നിന്ന് UAE വന്ന ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് നമ്മൾ ഈ കൺവേർട്ടിങ് പരിപാടി. അപ്പം എനിക്കത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി ഞാൻ മേടിക്കുള്ളൂ കേട്ടോ. ഇക്കാണുമ്പോൾ അങ്ങനെയല്ല, ഒരു പിന്നെ ശീലമായിട്ട് ഒരു കൺവേർട്ടിങ് ഉണ്ടാവില്ലല്ലോ. എനിക്ക് കുറച്ച് കൂടുതലാണ്. അങ്ങനെ പിന്നെ അതാ ഇവിടെ ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തൊന്ന് മാത്രം കേട്ടോ. പിന്നെ കുഞ്ഞു ടൊമാറ്റോസ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ എനിക്കത് ഭംഗി തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ്. അങ്ങനെ പിന്നെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞാൻ ഓളുമ്പാടെ ഒരു അരമണിക്കൂർ പുറത്ത് സംസാരിച്ചിരുന്നു കേട്ടോ. നല്ല രസം അവിടെ പുറത്തിരിക്കാം. കാരണം എല്ലാ ആദ്യത്തെ ആൾക്കാരും കാണാൻ പറ്റും. പ്രത്യേകിച്ച് റോഡ് സൈഡും കൂടി ആകുമ്പോൾ നല്ല രസമാണ്, എല്ലാവരെയും കാണാം. അങ്ങനെ പിന്നെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഞങ്ങളൊരു സമയം ഒരു 9-10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അങ്ങനെ റൂമിൽ വന്നു. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.